ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി രസം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിടേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 10ഓളം ചെറുള്ളി ഒന്ന് ചതച്ചത്, നന്നായിട്ട് ചതയണമെന്നില്ല. പിന്നെ നമുക്കൊരു 5-6 ഒരു വെളുത്തുള്ളി. പിന്നെ നമുക്കിടേണ്ടത് ഒരു 3 പച്ചമുളക് ഒന്ന് 2ആയിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പഴുത്ത തക്കാളി ഒരു 3 എണ്ണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമുക്ക് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്തരം പൊടികൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി, സാമ്പാർ പുളിയില്ലേ, അത് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്തതിന് ശേഷം അരിച്ചെടുത്ത ഈ വെള്ളം നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നമുക്ക് മതിയാവില്ല, നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ആദ്യം 3 ഗ്ലാസ് വെള്ളം സാമ്പാർ പുളി പിഴിഞ്ഞ വെള്ളവും ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളവും, അങ്ങനെ മൊത്തത്തിൽ 7 ഗ്ലാസ് വെള്ളം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ സത്ത് അതിനകത്തേക്ക് ഇറങ്ങി കിട്ടണം. അപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ കായ ഇടുമ്പോൾ ഒരു ഇച്ചിരി കൂടുതലായിട്ട് ഇടണം. പിന്നെ നമുക്കതിലേക്ക് ഇടേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കര. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ശർക്കര ഇടുമ്പോൾ നമുക്ക് ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില. അതാണ് നല്ല ഫ്ലേവർ തരുന്ന, രസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് മല്ലിയിലയാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇവിടെ നല്ല അടിപൊളി സ്മെല്ലാണ്, നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. ഒന്ന് മണം കേൾക്കുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ രസം ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം നല്ല കറക്റ്റ് പാകമാണ്. ഇത് നല്ല ചൂട് ചോറിനൊപ്പം ഇതൊരല്പം ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറിനാൻ പറ്റും. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് കറി. ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിലൊഴിച്ചും നമുക്ക് ഈ രസം നല്ല സ്വാദോടുകൂടി കുടിക്കാൻ പറ്റും. നീർദോഷത്തിനെയൊക്കെ നല്ലതാണ് ഈ രസം. ഈ വല്ല കോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ഒരല്പം എടുത്ത് കുടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ രസം എല്ലാവരും ഇതുപോലെ ഇത് ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.